الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതാനും ആഴ്ചകളായി നമ്മൾ ഖുതുബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ശത്രുവായ ഇബ്ലീസ് മനുഷ്യനെ ഏത് രൂപത്തിൽ, വിശ്വാസികളെപ്പോലും ഏത് രൂപത്തിൽ വഞ്ചിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ആ പരമവഞ്ചകനായ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ പോലും വഞ്ചിക്കുന്നു. ദുനിയാവിൻ്റെ കാര്യത്തിൽ വഞ്ചനയുണ്ട്, ദീനിൻ്റെ കാര്യത്തിലും ആ പരമവഞ്ചകനെന്നാണ് അള്ളാഹ്, ഗറൂർ എന്നാണ് ആ ഇബ്ലീസിനെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. ആ വഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ജാഗ്രത പുലർത്തണം എന്നതാണ്. ആ വഞ്ചനയിൽപ്പെട്ട ഒരു സംഗതിയാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ തിരക്കുണ്ടാക്കുകയും ദീനിൻ്റെ കാര്യത്തിന് സമയമില്ലാതിരിക്കുകയും ചെയ്യുന്നത്. വ്യാപകമായിട്ടത് കാണുകയാണ് നമ്മൾ ഇന്ന്. ദീനുള്ളവരിൽ പോലും, ദീനില്ലാത്തതിന് ആ പ്രശ്നമില്ലല്ലോ, ദീനില്ലാത്തവർക്ക് ദുനിയാവിൻ്റെ പ്രശ്നമോ തിരക്കോ ദീനിനെ ബാധിക്കില്ല, അവർക്ക് ഇല്ല. ദീനുള്ളവരുടെ കാര്യത്തിലാണ് ഈ വഞ്ചന. ദുനിയാവിൻ്റെ അത് ഭയങ്കര തിരക്കുണ്ടാക്കി കൊടുക്കുക, നേരം കിട്ടാതെ പോവുക, റബ്ബിന്റെ പുണ്യം നേടാവുന്ന അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ പോലും സമയം കിട്ടാതെ പോവുക, അശ്രദ്ധനായി തീരുക, പിന്നെ ചെയ്യാമെന്ന് തോന്നുക, കൃത്യമായി നമസ്കാരം പോലും മുടങ്ങിപ്പോവും, പള്ളിയിൽ വരുന്നത് വൈകും. ഇങ്ങനെ കുറെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പോ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹ് ഹറാമാക്കിയിട്ടില്ലാത്ത, അള്ളാഹു ഹലാലാക്കിയ ദുനിയാവിലെ കാര്യങ്ങൾ. ഹലാലാക്കിയത് പോലെ
പ്രേരണ നൽകുന്ന ദീൻ, ഉപജീവനം തേടാനുള്ള മാർഗങ്ങൾ, കച്ചവടം, കൃഷി, മറ്റു ജോലികളൊക്കെ പ്രോത്സാഹനം നൽകിയിട്ടുള്ളതാണ് ഇസ്ലാം. ചെയ്യണം, കച്ചവടം ചെയ്യണം, കൃഷി ചെയ്യണം, ജോലി ചെയ്യണം, ആളുകളുടെ മുന്നിൽ കൈനീട്ടരുത്, അധ്വാനിക്കണം, വിറക് വെട്ടിയിട്ടായാലും ജീവിക്കണം എന്നാണ് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. അപ്പോ ഇസ്ലാം ദീൻ പ്രേരണ നൽകിയ ഭൗതിക വിഷയങ്ങളിലുള്ള തിരക്ക് ദീനിൽ നിന്ന് അവനെ ഉറപ്പിക്കുന്നു. അതിൽ നിന്ന് വിജയിക്കുന്ന വിശ്വാസികളെ കുറിച്ച് സൂറത്ത് നൂറിലെ 37-ാമത്തെ വചനത്തിൽ ഒന്ന് പറയുന്നു, റിജാലും ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ചില മനുഷ്യരുണ്ട് അള്ളാന്റെ പ്രിയദാസന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത്. അവർക്ക് ജോലിയാക്കുകയില്ല, അവരെ അശ്രദ്ധരാക്കുകയില്ല. തിജാറത്തുൻ കച്ചവടമോ, വലാ ബൈഉൻ മറ്റെന്തെങ്കിലും ഇടപാടുകളോ ജോലികളോ, അൻ ദിക്രില്ലാ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, റബ്ബിന് ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് കച്ചവടമോ ഇടപാടുകളോ ജോലികളോ ആ വിശ്വാസികളായ മനുഷ്യരെ തടസ്സം നിൽക്കില്ല. നമസ്കാരം നിലനിർത്തുന്നതിലും സമയാസമയങ്ങളിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിൽ അവരുടെ ജോലിയോ കച്ചവടമോ ഒന്നും തന്നെ തടസ്സമാവുകയില്ല. സക്കാത്ത് കൊടുക്കുന്നതിനും അത് തടസ്സമാവുകയില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യഖാഫൂന യൗമൻ, ആ വിശ്വാസികൾ ഒരു ദിവസത്തെ ഭയപ്പെടുന്നു. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? തതകല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും മറിഞ്ഞു പോകുന്ന ഭയാനകമായ ഒരു ദിവസമുണ്ട്. നാളെ മഹ്ശറയിൽ റബ്ബിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഭയാനകമായ, നമ്മുടെ ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നൊരു സന്ദർഭമാണിത്. കണ്ണുകൾ മറിഞ്ഞു പോകുന്നൊരു ദിവസമാണ്. ആ ദിവസത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനോ കൃത്യമായി നമസ്കരിക്കാനോ മറ്റു ദീനീ പ്രവർത്തനങ്ങൾക്കോ അവരുടെ കച്ചവടം തടസ്സമാവില്ല, അവരുടെ കൃഷി തടസ്സമാവില്ല, അവരുടെ ജോലികളും ഇടപാടുകളും ഒന്നും തടസ്സമാവില്ല. തടസ്സമാകുന്നുവെങ്കിൽ ഈ ആയത്തിനൊരു കാര്യം കിട്ടും, ആ ദിവസത്തെ പേടിക്കുന്നില്ല. നമ്മുടെ തടസ്സതാണോ? കച്ചവടമാണോ നമ്മൾ പള്ളിയിലേക്ക് എത്താൻ വയ്യത്? നമ്മൾ പരലോകത്തെ ഭയപ്പെടുന്നില്ല, അള്ളാനെ പേടിക്കുന്നില്ല എന്നർത്ഥം. 12:30 അടക്കണക്ക് 12 മണിക്ക് അടച്ചൂടാ. എന്താ പ്രശ്നം? ആരാ വന്ന് തടയാ? അള്ളാനെ പേടിയുണ്ടെങ്കിലേ, പരലോകത്തെ പേടിയുണ്ടെങ്കിൽ കണ്ണുകളും ഹൃദയങ്ങളും ആ ഇളകി മറിയുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ടത് കൊണ്ട് ആ ഇടപാടുകളോ ജോലികളോ ഒന്നും തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് തടസ്സമാവില്ല. വെള്ളിയാഴ്ചയെക്കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്ന ആയത്തല്ല അത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി, നമസ്കാരത്തിനായി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വേഗത്തിൽ നിങ്ങൾ വരണം. വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കണം. അല്ലാഹ് പറഞ്ഞ ഹദീസല്ല, അല്ലാഹ് പറയാ. സൂറത്ത് ജുമഅയില് ആവർത്തിച്ച് ഈ ആയത്ത് കേൾക്കുന്നുണ്ടല്ലോ, കച്ചവടം ഉപേക്ഷിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുതുബ എന്ന് അർത്ഥം പറഞ്ഞവരുണ്ട്. നിസ്കാരത്തിന് മുമ്പേ ഖുതുബുണ്ട്, അതാണ് ദിക്ർ, ഉത്ബോധനം. ആ ഉത്ബോധനത്തിന് വേണ്ടി നിങ്ങൾ വേഗത്തിൽ വരിക. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെപ്പറ്റി അറിയുന്നവരാണെങ്കിൽ നിങ്ങളാ ചെയ്യുന്ന കച്ചവടത്തേക്കാൾ, നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാൾ ഉത്തമം
അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് വേഗം എത്തുകയാകുന്നു. ഇപ്പൊ കുത്തുക തുടങ്ങിയിട്ട് എത്ര മിനിറ്റായി? സദസ്സൊന്ന് നോക്കു നിങ്ങൾ, ഈ സദസ്സ് നോക്കു നിങ്ങൾ. എന്താണ് തടസ്സം? വെള്ളിയാഴ്ച ഖുതുബക്ക് മുമ്പ് ഒന്നാമത്തെ തടസ്സം, ഖുതുബ കേൾക്കരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. ഉത്ബോധനം കേൾക്കരുത്. മറ്റേ പള്ളിയിൽ പോയ ഉത്ബോധനമൊന്നുമില്ലല്ലോ. അവിടെ അറബിയിൽ വായിച്ചു, അത് നിസ്കരിച്ചു, പോരാ. ഇതുപോലെ അവിടെ വൈകിപ്പിക്കേണ്ട കാര്യമില്ല. നേരത്തെ ചെന്നാലും വൈകി ചെന്നാലും വലിയ വ്യത്യാസം. ഇവിടെ അതല്ലല്ലോ. ഉത്ബോധനമുണ്ട്, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്, തഖ്വ കൊണ്ടുള്ള വസിയത്തുണ്ട്, അള്ളാഹിൻ്റെ ആയത്തുകളെ വിശദീകരിക്കലുണ്ട്, പരലോകത്തെ മനുഷ്യരുടെ ഭയപ്പാടുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കലുണ്ട്. ഇത് കേട്ടാൽ മനുഷ്യന് മാറ്റം വരും, തിരുത്തും. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തും. അത് കേൾക്കരുത്. എക്കാമത്ത് കൊടുക്കുമ്പോൾ കൃത്യമായി എന്നാണ് ശൈത്താൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇവൻ ജുമാക്ക് പോകും, അതിൽ നിന്ന് തടയാൻ പറ്റില്ല. ജുമാക്ക് പോകുന്നതിൽ നിന്ന് മനുഷ്യനെ തടയാൻ പറ്റുന്നില്ല ശൈത്താൻ. അപ്പൊ പിന്നെ ശൈത്താൻ കുത്തുബ കേൾക്കരുത്, അല്ലെങ്കിൽ കുത്തുബ മുഴുവൻ കേൾക്കരുത്. വൈകി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കുക, എന്താന്ന് പിടിയിട്ടില്ല, ആദ്യം കേട്ടിട്ടില്ലല്ലോ, അതിന് തുടക്കം കേട്ടിട്ടില്ല. അപ്പോ പ്രിയപ്പെട്ടവരെ, ശൈത്താനാണ് വഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ കാര്യം മാത്രം എടുക്കുക. ഇവിടെ എന്തായിരിക്കും വൈകാനുള്ള കാരണങ്ങൾ? ഇവിടെ സാധാരണ ജുമാക്ക് വല്ല പള്ളിയിലെ കാര്യമല്ല, നമ്മുടെ കാര്യം, എൻ്റെയും നിങ്ങളുടെയും കാര്യം മാത്രം ആലോചിച്ചു. എന്തായിരിക്കും? എന്താവാം? വന്നിട്ടില്ലാത്തവരെ പറ്റി, ജുമാക്കെ പങ്കെടുക്കുന്നില്ല, അത് വേറെ കാരണമായിരിക്കാം. പങ്കെടുക്കുന്നുണ്ട് പക്ഷെ വൈകുന്നു, ഖുത്ബ തുടങ്ങി കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ആ ജുമയുടെ പുണ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. എത്രയോടാ ഹദീസ് കേട്ടിട്ടുണ്ട്? എല്ലാ പള്ളിയുടെ എല്ലാ വാതിലുകളിലും അല്ലാഹുവിന്റെ മലായിക്കത്തുകളുണ്ട്. ഇമാം മിമ്പറിൽ കയറുകയും ഖുത്ബ ആരംഭിക്കുകയും ചെയ്താൽ ആ ദിക്ർ കേൾക്കാൻ വേണ്ടി മലക്കുകളുടെ രേഖ അടക്കും. അവർ ജുമയിൽ പങ്കെടുത്തവരുടെ പേര് രേഖപ്പെടുത്തുന്ന രേഖ, ആ കിതാബ് അടക്കും. ഖുത്ബ കേൾക്കാനായി മലക്കുകൾ വന്നിരിക്കും. അപ്പൊ ജുമയുടെ പുണ്യം അവർക്കില്ല, വൈകി വന്നത്. ഇത് കേൾക്കാത്ത വിഷയമാണോ, അറിയാത്ത വിഷയമാണോ? അപ്പൊ ഒന്നാലോചിക്കും, നമ്മളിവിടെ വരുന്ന ജുമാക്ക് വരുന്നവര് വൈകാനുള്ള കാരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്തായിരിക്കും? എവിടെയോ ദൂരെ യാത്ര പോയി വൈകുന്നവര്, അങ്ങനെ വെറുതെ വീട്ടിലുള്ള ഒരു മനുഷ്യൻ കാലത്തു തൊട്ടേ വീട്ടിലുണ്ട്, എന്നിട്ടും ഖുത്ബ കേൾക്കാൻ എത്തുന്നില്ലെങ്കിൽ, മിമ്പറിൽ ഇമാമ് കയറുന്നതിന് മുമ്പ് എത്തുന്നില്ലെങ്കിൽ, ഈ 3 വീഡിയോ അടുത്ത് കച്ചവടമുണ്ട്, ആ ജുമയുടെ സമയത്തിൽ എത്തുന്നില്ലെങ്കിൽ, എന്താ എത്താത്തത്? അടച്ചിട്ടില്ല കട. എന്തുകൊണ്ട് അടക്കാൻ പറ്റുന്നില്ല? അള്ളാനെ പേടിക്കുന്നില്ല. പച്ചക്ക് അള്ളാനെ തീരെ പേടിയില്ല, പരലോകത്തെ തീരെ പേടിയില്ല. പേടിയുണ്ടെങ്കിൽ 12 മണിക്ക് അടച്ചാലും പോരാൻ പറ്റാതെ പരന്നരക്ക് അടക്കണം. ജനമറിയട്ടെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ മുസ്ലിമാണ്, മുസ്ലിമിന്റെ കടയാണ്, ഉച്ചക്ക് കച്ചവടം നടക്കില്ല എന്ന് ലോകമറിയട്ടെ. അതാണ് അഭിമാനം. അപ്പൊ വിറ്റ് കിട്ടുന്ന ലാഭത്തെക്കാൾ 12 മണിക്ക് 2 മണിക്ക് അവർക്ക് തുറക്കൂലെന്ന് വെള്ളിയാഴ്ച മുസ്ലിമിന്റെ കടന്ന് ലോകറിയണമെന്ന് ഒരാളും വരരുതാത്ത ആ മുസ്ലിമിന്റെ പിടിയിലേക്ക്. എന്താണെന്നറിയോ? പൂട്ടാൻ നേരത്ത് വരുമ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മളെ. പൂട്ടാൻ നേരത്തെ ഒരാൾ വന്ന് പിന്നെ ഒരാൾ വന്നപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തിട്ടേ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അവർക്കറിയാം, പൂട്ടാനായാലും ഞാൻ ചെന്നാലും എടുത്ത് തരുന്നു. ഇല്ല, 12 മണിയാ കച്ചവടം ഇല്ല എന്ന് ഉറപ്പിക്കണം. വകറുൽ ബയ്യാനാണ് പറഞ്ഞത്, കച്ചവടം ഉപേക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൈത്താൻ രണ്ടാമത്തെ ഒരു ശത്രുണ്ട്. അതിനാണ് അൽ ഹവ എന്ന് പറയാം. ഹവൻ നഫ്സ്, ഇച്ഛ. ഇത് രണ്ടും വലിയ കോമ്പിനേഷനാണ്. ശൈത്താനും ഇത് രണ്ടും സമ്മിശ്രമായിട്ടാണ്, ചേർന്നുകൊണ്ടാണ് മനുഷ്യനെ നന്മയിൽ നിന്ന് തടയുക. അപ്പൊ ആ ഇച്ഛ, നമ്മുടെ താല്പര്യം ദുനിയാവിലേക്ക് മാറുമ്പോൾ
നമ്മുടെ ജോലിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ദുനിയാവിൽ കിട്ടുന്ന ലാഭങ്ങളിലേക്കും നമ്മുടെ ഇച്ഛ ആഗ്രഹിക്കുമ്പോൾ ശൈത്താൻ അതനുസരിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പരലോകത്തെ പേടിക്കേണ്ട. പരലോകത്തെ പേടിക്കാത്തത് കൊണ്ടാണ്. ഹൃദയം ഇളകിപ്പോകുന്ന, കണ്ണുകൾ ഇളകി മറിയുന്ന ദിവസത്തെ ഭയപ്പെടുന്നവരാണ്. കച്ചവടമോ ജോലിയോ ഇടപാടോ ഒന്നും നമസ്കാരം നിലനിർത്തുന്നില്ല. കൃത്യമായി നിസ്കാരം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരെ പറ്റി. നിസ്കരിക്കാത്തവർക്ക് പിന്നെ ആ പ്രശ്നമില്ലല്ലോ, വൈകുന്ന പ്രശ്നമില്ല. നിസ്കരിക്കുന്നവർ തന്നെ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി. അസുറക്കാൻ വളരെ വൈകും. വൈകുമ്പോൾ എന്താ കുഴപ്പം? 2 സാക്ഷി കിട്ടേണ്ട, 2 സാക്ഷിത്വം കിട്ടേണ്ട നിസ്കാരമാണ് അസുർ. രാത്രിയുടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച മലക്കുകൾ വരുമ്പോൾ അസുർ നമസ്കരിക്കുന്നു. പകൽ ഡ്യൂട്ടി അവസാനിച്ച മലക്കുകൾ നമസ്കാരം കഴിഞ്ഞിട്ടാ പോവുക. 2 സാക്ഷിത്വം റബ്ബിൻ്റെ അടുക്കൽ. ആ മലക്കുകളോടല്ല ചോദിക്കാണ്, പകൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന നിങ്ങൾ പോരുമ്പോൾ എൻ്റെ അടിയാമാരെ എങ്ങനെയാണ് നിങ്ങൾ വിട്ടുപോകുന്നത്? ആ പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ പറയുന്നു, റബ്ബേ നിനക്ക് വേണ്ടി അവർ നമസ്കരിക്കായിരുന്നു. സാക്ഷ്യം 1. രാത്രി ഡ്യൂട്ടിക്ക് വന്ന മലക്കുകൾ വരുമ്പോൾ അവരോട്, നിങ്ങൾ എത്തുമ്പോൾ എൻ്റെ അടിയാമാരെന്തായിരുന്നു? റബ്ബേ അവർ നമസ്കരിക്കായിരുന്നു. ഒരു നിസ്കാരം ഉണ്ടാകും. 2 മലക്കുകൾ റിപ്പോർട്ട് ചെയ്ത് ഒരു നിസ്കാരം. അള്ളാഹ്ക്ക് അറിയാനിട്ടൊന്നല്ല, അള്ളാഹ്ക്കാണ് ഏറ്റവും നന്നായി അറിയാം. മലക്കുകളേക്കാൾ നന്നായി അറിയാം അള്ളാഹ്ക്കാണ്. പക്ഷെ അത് വിശ്വാസികൾക്ക് പ്രചോദനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന സംഗതിയാണിത്. അപ്പോൾ ഒരിക്കലും കൃത്യമായി നമസ്കരിക്കുന്നു. ഇപ്പോൾ ഒരു കല്യാണം, എത്ര ആൾക്കാരും നമസ്കാരം സമയം തെറ്റിക്കാൻ. ഇപ്പം ലഹർ വൈകിട്ടാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പം ലഹർ വളരെ വൈകിട്ടല്ലേ ലഹർ? അപ്പോൾ ആദ്യം പോയിട്ട് കല്യാണം കഴിഞ്ഞ് ലഹർ നിസ്കരിക്കാത്ത ലഹർ 12:10 12:12 ആകുമ്പോഴോ ലഹർ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. അവിടെ ചെന്ന് കണ്ണും തുറന്ന് ആളിയിൽ എന്ത് കാണാനാ? നിസ്കരിച്ചിട്ട് ജമാഅത്തായി നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഹാളിലേക്ക് പോയാൽ മതി. ഇപ്പോൾ ലഹർ വൈകിയത് കൊണ്ട് 1 മണിയൊക്കെ ആവും നിസ്കാരമാകുമ്പോൾ അല്ലേ? 1 മണിയൊക്കെ ആവും. അത് 59. 12 മണിക്ക് അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഇഷ്ടം പോലെ ഇവിടെ എത്താൻ നേരമുണ്ട്. ചെയ്യൂല. വെറുതെ ചെന്നാൽ ചോറിനു വിളിച്ചാൽ ഇല്ല, കുറെ ആയിട്ടില്ല. ഇതിനിടക്ക് നിസ്കാരം അവിടെ ഉണ്ട്, ജമാഅത്ത്, അതൊരു വിഷയമാവുന്നില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ ദിവസത്തെ ഓർമ്മ വരണപ്പോൾ കല്യാണ ഹാളിൽ വെച്ചിട്ട് ഓർമ്മ വരണം. ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആൾ ഈ കല്യാണത്തിൻ്റെ പേരിൽ അത് മുടങ്ങിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. ഒരു പാവപ്പെട്ട സഹാബി, ദരിദ്രനായ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനൊരു ദരിദ്രനാണ്. ആളുകളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ആ മക്കൾ കൊതിക്കുന്ന പോലൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നു. എനിക്ക് പറ്റുന്നില്ല. നല്ല ഭക്ഷണം എൻ്റെ മക്കൾക്ക് കൊടുക്കാനില്ല, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാനില്ല. അതുകൊണ്ട് ഈ ഇവിടെ ദുനിയാവിൽ ഐശ്വര്യം എനിക്കുണ്ടാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. നബിയോടാ പറഞ്ഞേ. ആളുകൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, എനിക്കില്ല, ഞെരുക്കാണ്. അതുകൊണ്ട് ഒരു എളുപ്പം സൗകര്യം ഉണ്ടാകാൻ വേണ്ടി അള്ളോട് പ്രാർത്ഥിക്കണം, റസൂല് പ്രാർത്ഥിക്കണം. റസൂൽ ചോദിച്ച മറുപടി എന്നറിയും, ഇപ്പോഴുള്ളതല്ലേ നിനക്ക് ഹൈറായിട്ടുണ്ടാവുക? ഇപ്പോഴുള്ള നിന്റെ ദാരിദ്ര്യാവസ്ഥയല്ലേ, അതല്ലേ നിനക്ക് ഹൈറ്? അല്ല നബി, എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് നിർബന്ധമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. റസൂൽ പ്രാർത്ഥിച്ചു, റബ്ബെ ഐശ്വര്യം കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അള്ളാഹ് തട്ടൂല. അങ്ങനെ ഒരു മഹത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുകൊണ്ടൊക്കെ റസൂൽ പറഞ്ഞത്, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ഞാനൊഴിച്ചുള്ള എല്ലാ നബിമാരും അത് ദുനിയാവിൽ വെച്ച് ഉപയോഗിച്ചു പോയി. ഞാനത് എൻ്റെ ഉമ്മത്തിന് വേണ്ടി,
എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ പരലോകത്തേക്ക് മാറ്റിവെച്ചു. അതുകൊണ്ടാണ് മുശ്രിക്കുകൾക്ക് വേണ്ടി നീ മയ്യത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞത്. തട്ടപ്പെടുന്ന പ്രാർത്ഥന ആവില്ലേ? ഒരു മുശ്രിക്കിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർ എന്നല്ലേ പറയാ? മുടക്കുന്നൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഉണ്ടാവരുത്. റസൂൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ബലം കണ്ടു തുടങ്ങി. ഈ ദരിദ്രൻ കുറേശ്ശെ മെച്ചപ്പെട്ടു. 5 നേരം പള്ളിയിൽ വന്നിരുന്ന ആൾ ഇടയ്ക്ക് കാണാണ്ടായി തുടങ്ങി. ഒരേ കാര്യങ്ങളായിട്ട്, ദുനിയാവിലെ ഓരോ വിഷയങ്ങളൊക്കെ ആയിട്ട് 5 നേരം വന്നിരുന്ന ആൾക്ക് വരാൻ പറ്റില്ല. പിന്നെ 1 നേരം വരാണ്ടായി. വെള്ളിയാഴ്ച മാത്രം വരുള്ളൂ ജുമാക്ക്. തിരക്ക് ഒരേ കാര്യങ്ങളൊക്കെ നോക്കാനേ, സ്വത്തൊക്കെയായി. അപ്പം അത് നോക്കണം. അവസാനം ദീനിൽ നിന്ന് പുറത്തുപോയി. വിശ്വാസം ചോദിച്ചത്, നിനക്കിത് മതിയാവും, ഇതല്ലേ കയറുന്ന് ചോദിച്ച ഓർമ്മണ്ട? എന്താണ് ആ ദിവസത്തെ ഭയപ്പെടുമ്പോൾ ഉണ്ടാവുന്നത്? അല്ല പറയുന്നത്, അന്തഖൂല നഫ്സുൻ യാ ഹസറത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനസ് സാഖിരീൻ. ഇവിടെ അള്ളാഹുവിനെ മറന്ന്, പരലോകത്തെ മറന്ന്, ദുനിയാവിലെ ജീവിത സൗകര്യങ്ങളിൽ മുഴുകി ജീവിച്ച് പരലോകത്തെത്തുക, റബ്ബിൻ്റെ ശിക്ഷ കാണുമ്പോൾ അന്തഖൂല നഫ്സുൻ, ഓരോ വ്യക്തിയും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് മുൻകൂട്ടി പറഞ്ഞു തരുന്നത്. യാ ഹസ്രത്ത, എൻ്റെ കഷ്ടമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. ദുനിയാവിൽ ഞാൻ നന്നായി വർക്ക് ചെയ്തു, അതിൻ്റെ ബലമുണ്ടായി. പക്ഷെ അള്ളാഹുടെ വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, എൻ്റെ നഷ്ടമേ, കഷ്ടമേ എന്ന് നിങ്ങൾ നാളെ മഹ്ശറയിൽ വിലപിക്കാതിരിക്കാൻ അള്ളാഹിൻ്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വരിക എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ വെള്ളിയാഴ്ചകളത്തെ ഖുത്ബ വളരെ പ്രധാനമാണ്. നിങ്ങൾ കേട്ടനുഭവിച്ചവർക്ക് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാമത്. അറിയാത്തവരല്ലല്ലോ, കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കുന്നു, സുന്നത്തും ബിദ്അത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നു, പരലോക ചിന്ത ഉണ്ടാക്കുന്നു, പരലോകത്ത് പുണ്യം നേടാനുള്ള മാർഗങ്ങളെപ്പറ്റി പഠിപ്പിച്ചു തരുന്നു. ഇതാണല്ലോ ഖുത്ബയിലൂടെ. മാർക്കറ്റ് വിലയല്ലല്ലോ നമ്മളെ ഖുത്ബയിൽ പറയുന്നത്, പരലോകത്തെ രക്ഷക്കുള്ള വഴികളാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ച പോലെ നേരത്തെ വെള്ളിയാഴ്ച ജുമാക്കെത്താനും മറ്റു നമസ്കാരങ്ങൾ കൃത്യതയോടെ നിസ്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ വിഷയത്തിൽ ആളെ മുഴുകിപ്പിച്ചിട്ട് ദീനീ കാര്യത്തിൽ അശ്രദ്ധാക്കുന്ന ചതിയാണ് പറയുന്നത്. മറ്റൊരു ചതി, ഇബ്ലീസിൻ്റെ മറ്റൊരു ചതി, കണ്ടമാനം ദീനീ പ്രവർത്തനം കേട്ടുപോയ ചതിയാണ്. അടിസ്ഥാന വിഷയത്തിൽ നിന്ന് തെറ്റിച്ച് ശാഖാപരമായ കാര്യത്തിലേക്ക് കൊണ്ടുപോകുക. ഈ അടിസ്ഥാനപരമായ വിഷയം പുണ്യമാണ്, ശാഖാപരമായത് പോകുന്നതും പുണ്യമാണ്. അതാണ് ഈ ചതിക്കപ്പെടാൻ കൂടുതൽ കാരണം. പുണ്യകർമ്മത്തിലേക്ക് തന്നെ വിളിക്കുന്നത്. ഓരോ സംഘങ്ങളും രൂപീകരിച്ച ലക്ഷ്യമുണ്ടാവും. ഒരു സംഘം, നമ്മളൊരു സംഘമായതിനൊരു ലക്ഷ്യമുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? മറ്റു പല നന്മകളും എല്ലാ സംഘങ്ങളും ചെയ്യുന്നു. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. അനേകം സംഘങ്ങൾ ചെയ്യുന്ന ഒരു പണി നമ്മൾ മുൻഗണന കൊടുക്കുന്ന ആരും ചെയ്യാത്ത പണിയാണ്. ശിർക്കിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യര് ആ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ സംഘമായി ചേർന്ന നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ച്
ബിദ്അത്താകുന്ന അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് സംഘം ചേർന്ന നമ്മൾ 100 കണക്കിന് സംഘങ്ങൾ ചെയ്യുന്ന ആ പണിക്ക് തന്നെ നമ്മൾ പോയാലോ? കുറ്റകരായ ജോലിയല്ല കേട്ടോ, നല്ല കാര്യമാണ്. എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം മാത്രം പറയാം. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് വലിയൊരു പുണ്യല്ലേ? ആണ്. കൂട്ടിയിരിക്കുമായിരുന്നു മെഡിക്കൽ കോളേജിലും മറ്റു ആശുപത്രികളിലൊക്കെ ഉച്ചഭക്ഷണം, ഏത് ഭക്ഷണമായി നാസ്തായാലും അത് എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. നിങ്ങൾക്കറിയാലോ ആരൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം? ആരൊക്കെ? എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ യുവജന വിഭാഗം ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. എല്ലാ മതസംഘടനകളുടെ ഭാഗമായിട്ടും അത് ചെയ്യുന്നുണ്ട്. ക്ലബുകൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക വേദികൾ, അവരൊക്കെ ഈ പണി ചെയ്യുന്നുണ്ട്. ശിർക്കിന്റെ അപകടം ബോധ്യപ്പെടുത്താൻ ഒരേ ഒരു സംഘമുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് ശിർക്കിന്റെ അപകടം നരകമാണ്, സ്വർഗം ഹറാമാക്കപ്പെട്ടതാണ് ശിർക്ക് എന്ന് പറയാൻ ഒരു സംഘമേ ഇവിടെയുള്ളൂ. ആ സമയം ഇവനെ മറ്റു മോശം കാര്യമാണോ? അല്ല, പുണ്യമുള്ള കാര്യം തന്നെ. അത് ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നവനെ പറയും നന്മ തടയുന്നവൻ. കേട്ടോ, നന്മ തടയുന്നവനാണെന്ന് പറയും. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടി ഒരു ഭക്ഷണം കിട്ടാന്നുണ്ട് നല്ലൊരു കാര്യമില്ല. അത് തടഞ്ഞതല്ല സഹോദരങ്ങളെ. എന്തിന് നാം സംഘടിച്ചു? ഏതാണ് അടിസ്ഥാന വിഷയം? ആ വിഷയത്തിൽ നിന്ന് പോവാണ്. ഇത് ഭയങ്കര ആ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു വിട്ടതെന്ന് ആള് പറയും. നമുക്കിങ്ങനെ പരിപാടിയുണ്ട്, ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനൊന്ന് വിളിച്ചു വിട്ട് നിങ്ങൾ, പിന്നെ ആള് കൂടും. അതിനാള് കൂടും. നിങ്ങളുടെ വീട്ടിൽ തന്നെ പല സംഘടനകളും രാഷ്ട്രീയങ്ങളുടെ ആൾക്കാരും ഉണ്ടാവും ഉച്ചഭക്ഷണം കൊടുക്കാൻ ചോദിച്ചിട്ട്. ഒരു ഉദാഹരണം പറയാൻ ഞാൻ, ഇത് മോശം കാര്യമായിരിക്കില്ല, അതാണ് വഞ്ചിക്കപ്പെടാൻ. ഈ ആദ്യത്തെ കല്ല് വെക്കാതെ 4ാമത്തെ കല്ല് വെക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ആദ്യത്തെ കല്ലിന്റെ മുകളിലേ 2ാമത്തെ കല്ല് വെക്കാൻ പറ്റൂ, അതുപോലെ 3ാമത്തെ കല്ല് വെക്കാൻ പറ്റൂ. അതുപോലെ ആ കാര്യം മോശമെന്നോ ചെയ്യരുതോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനു വേണ്ടിയുള്ള ഊർജം, ഇതിനു വേണ്ടിയുള്ള ധനാസമാഹരണങ്ങൾ, അതിനുവേണ്ടിയുള്ള സമയങ്ങൾ, ഇതിനെ മാറ്റി അതിലേക്ക് കൊണ്ടുപോവുക എന്നത് വളരെ പ്രശ്നം പിടിച്ചതാണ്. പുണ്യകർമ്മത്തെ തടയലല്ല, അതിന് പുണ്യമുണ്ട്. ഇങ്ങനെ നാട്ടിൽ ഒരു ഉദാഹരണം മാത്രം പറയാം, നാട്ടിൽ പലതുണ്ട്. സ്ത്രീകൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുണ്ട് നാട്ടിൽ തന്നെ. രോഗികളുടെ പരിചരണം പുണ്യകർമ്മമാണ്, തർക്കമില്ലാത്തൊരു കാര്യമാണ് പുണ്യകർമ്മം. പക്ഷേ 1ാം കല്ല് വെച്ചിട്ടുണ്ട് ആ പെണ്ണ്, 1ാം കല്ല് നാളെ മാഷറയിൽ ചോദിക്കുമെന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് വീട്ടിലെ കാര്യം. പറയുന്നു, ഒരു സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ്. അവളുടെ കീഴിലുള്ള ആളുകളെ പറ്റി നാളെ റബ്ബ് അവളോട് ചോദിക്കും. സ്വന്തം വയസ്സായ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ നേരം കിട്ടുന്നില്ല അവൾക്ക്. പുറത്തു പോയിട്ടൊക്കെ ശുശ്രൂഷിക്കാം. 1ാമത്തെ കല്ല് വെച്ചിട്ടില്ല എന്നർത്ഥം. പുണ്യകർമ്മനാ ചെയ്യുന്നത് കേട്ടാ. പക്ഷെ ഇന്ന് നോക്കുക, ഇത് ആരും അറിയില്ല. വീട്ടിൽ സ്വന്തം ഉപ്പാനെ ഉമ്മാനെ മക്കൾക്ക് നേരം ഭക്ഷണമൊക്കെ പാൻ ചെയ്തു. ആരറിയാൻ? ഒരു പ്രശംസ അതിന് കിട്ടൂല്ലോ. മറ്റതറിയും, അവരിട്ട വന്നിട്ട് അവിടെ ശരിയാക്കിയത് ഇങ്ങനെ. നിന്റെ മക്കൾക്ക് നേരം ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുമെന്ന് ചോദിക്കുന്ന ആള് നിന്റെ ഭർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ നിനക്ക് സമയം കിട്ടിയോ എന്ന് ചോദിക്കും. അള്ള ചോദിക്കുന്നതാ. സുന്നത്ത് നോമ്പ് പോലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ സഹോദരങ്ങളെ? ഒരു പെണ്ണിന് സുന്നത്ത് നോമ്പ്
ഫർദ് നോമ്പ് ഒരു വിഷയമില്ല. സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഭർത്താവ് സമ്മതിക്കണമെന്ന് അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമുള്ള ഇബാദത്താണ് നോമ്പ്. പെണ്ണിനോട് എന്താ റസൂൽ പറഞ്ഞത്? നീ മരിക്കുമ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് സംതൃപ്തനാണെങ്കിൽ നീ സ്വർഗത്തിലാണ്. മൂമിനത്തായ പെണ്ണിനോട് പറഞ്ഞാ, കാഫറത്തും മുശ്രിക്കത്തും പെണ്ണിനോട് പറഞ്ഞതല്ല ഇത്. മൂമിനത്തായ പെണ്ണിനോട് റസൂൽ പറയാണ്, നീ മരിക്കുമ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് സംതൃപ്തനാണെങ്കിൽ നീ സ്വർഗത്തിലാണ്. വീട്ടിലെ ജോലി ചെയ്യാൻ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, അത് കഴിഞ്ഞിട്ട് സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിലേ മറ്റത് വേണ്ടതുള്ളൂ. ആ കാര്യം മോശമായത് കൊണ്ടാണോ? അല്ല. അതുകൊണ്ട് ശൈത്താൻ ഇങ്ങനെ തെറ്റിക്കും. ബെയ്സിന്ന് തെറ്റിച്ച് മറ്റേൽക്കുണ്ടോ? ഇത് ബെയ്സാണ്. പെണ്ണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വിഷയമാണ്. അതിൽ വീഴ്ച വരുത്തിയിട്ട് മറ്റേ നാട്ടിലെ കാര്യത്തിൽ ജയിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് ശൈത്താന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും, ഇച്ഛകൾ നമ്മളെ കീഴടക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബ് തൃപ്തിപ്പെടുന്ന ദാസന്മാരെ, ആണിനും പെണ്ണിനും അള്ളാഹു തൃപ്തിപ്പെടുന്ന ദാസന്മാരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളുമായി, പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളുമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.